കാലമായി വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ആ വാട്സപ്പ് നമുക്കൊന്ന് ക്ലീൻ ചെയ്താലോ? വാട്സപ്പ് ക്ലീൻ ചെയ്യാൻ വാട്സപ്പിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസുകൾ വാട്സപ്പിൽ തന്നെ ലഭ്യമാണ്. പക്ഷേ അതിലൊക്കെ ഒരു പരിമിതികൾ നമുക്ക് ഉണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് അയച്ച ഫയൽസുകളും നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന ഫയൽസുകളും നിങ്ങൾക്ക് വാട്സപ്പിൽ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ അത് സാധിക്കും. അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണെന്നും എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. വീഡിയോ തെറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എനിക്ക് ഇന്ന് വീഡിയോയിൽ ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ അവസാനം വരെ കാണുക. വാട്സപ്പ് എങ്ങനെ പെർമനൻ്റായിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാട്സപ്പിൽ നമുക്ക് ചില ഫയലുകൾ കാണാൻ പറ്റില്ല എന്നാണ് സത്യം. എന്നാൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും നിങ്ങളുടെ ഫോണിലുള്ള നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത ഫയലുകളും ഇങ്ങോട്ട് അയച്ചു കൊടുത്ത ഫയലുകളും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ പോലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ആപ്പ് ലിങ്ക് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് പറഞ്ഞത്, ഇവിടെ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക, ഹലോ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും പറഞ്ഞത്, ഹലോ കൊടുക്കുക. എല്ലാം ഡൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ലോഡിങ് ആവണ വരെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ നിരവധി ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഡൗൺലോഡ്സ് ആണെങ്കിൽ ഡൗൺലോഡ്സ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജ് അങ്ങോട്ട് പോയ മെസ്സേജൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് 2 എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. വാട്സപ്പിൽ ഇതൊന്നും ഒരുമിച്ചൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി വേണ്ടാത്തതുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ 2 ഇങ്ങനെ കുറേ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് അയച്ച ഫയലാണ്. സെൻഡ് എന്ന് പറഞ്ഞാലാണ് അങ്ങോട്ട് പോയ ഫയലുകൾ. അപ്പം ഞാനിപ്പോൾ റിസീവ്ഡ് ഇവിടെ ആവശ്യമില്ലാത്ത ഫയലുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ്. എല്ലാം പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. ഇനി ഇവിടെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇടയ്ക്ക് ഇതേപോലെ പരസ്യമൊക്കെ വരും. അതൊന്ന് സ്കിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വീഡിയോസ് ആണെങ്കിൽ ക്ലീൻ ചെയ്യുക, ഫോട്ടോസ് ക്ലീൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്തത് അങ്ങോട്ട് പോയതൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഡിലീറ്റ് ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്യുക.
എപ്പോഴും പരസ്യം വരും. ഇതിലെ ആപ്ലിക്കേഷൻ നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് പരസ്യം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഡിലീറ്റായി പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിരവധി ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത ഒന്നുമില്ല, ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന എല്ലാ ഫയലുകളും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഫയലുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചു തന്ന ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ദേവാലി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഒരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പലർക്ക് അത് അറിയില്ല. വാട്സപ്പിൽ ഇല്ലാത്ത ഹൈഡായി കിടക്കുന്ന ഫയലും കൂടെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ഫോർ വാട്സപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. സ്ക്രീൻ റെക്കോർഡിൽ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായത് ഇനി മുതൽ ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് വരുന്നത്. ഇവിടെ വേറെ ഒരു ആളും കൂടെ ഉണ്ട്. നമ്മൾ ഒന്നര വിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ അടുത്ത ദിവസം അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ നേരത്തെ നിന്ന് സപ്പോർട്ട് തരിക. അപ്പോൾ നാളെ തൊട്ടാണ് അവൻ ചെയ്യുന്നത്. നാളെ അവൻ എടുക്കും, മറ്റന്നാൾ ഞാൻ എടുക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ആരാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടോളൂ. അത് സർപ്രൈസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാതെ ഞാൻ പറയില്ല, കാരണം നാളെ ഞാനല്ല അവൻ വരും. അതുവരേക്കും ബൈ ബൈ. നാളെ വീഡിയോ ഉണ്ടാവും, പക്ഷെ ഞാനല്ല അവൻ വരും. അതാരാണെന്ന് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നു. വെയിറ്റ് ആൻഡ് സീ.